എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ. പിന്നെ എന്തൊക്കെയാണ് മക്കളെ, വിഷുവൊക്കെ കഴിഞ്ഞില്ലേ? എൻ്റെ വിഷു അങ്ങനെ കഴിഞ്ഞു. സഹോദരങ്ങളൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരും ഞാൻ കാണിച്ചില്ല. കുറച്ച് പേരൊക്കെ വന്നു, ഭക്ഷണം കഴിച്ചു, കളിച്ച് ചെറിച്ച് എല്ലാവരും പിരിഞ്ഞു. പിന്നെ പതിവ് പോലെ ഞാനും അമ്മയും എൻ്റെ പട്ടിക്കുട്ടി മാത്രമായി. ഇപ്പം ചേച്ചി ഇന്ന് അമ്മേനെ കൊണ്ടുപോകാനായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മൂത്ത പെങ്ങൾ. എപ്പോഴാണെന്ന് അറിയില്ല. അമ്മ എണ്ണിപ്പറക്കി ഇവിടെ ഇരിക്കുകയാണ് എപ്പോഴും. മരുന്ന് ചെയ്തിട്ട് കുറവില്ല. അപ്പോൾ രണ്ടാമത് ഡോക്ടറെ കാണിച്ച് ചേച്ചിയോടിക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കണം. എത്ര ദിവസം അവിടെ നിൽക്കും എന്നറിയില്ല. കാരണം പോയി കഴിഞ്ഞാൽ അപ്പോൾ അവിടെ തുടങ്ങും പ്രശ്നങ്ങൾ. പട്ടിക്കുട്ടിയുടെ കാര്യം ഓർത്തിട്ടും കുട്ടിയമ്മയുടെ കാര്യം ഓർത്തിട്ടും ഞാൻ അവിടെ ഉണ്ടോ, ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ചിന്തിച്ചിട്ട് അവിടെ നല്ലതും വഴക്കുണ്ടാക്കിയിട്ട് ഇങ്ങോട്ട് ഓടി വരും. ഇവിടെ വന്ന് കഴിയുമ്പോൾ മക്കൾ കൊണ്ടുപോകണില്ല എന്നുള്ള പരാതി. എന്താ ചെയ്യുക? എങ്ങനെയായി? ഇപ്പം ഞാനിതാ എൻ്റെ പൂച്ചക്കുട്ടികളത് അവിടെ അറ്റത്തിരിക്കി നിൽക്കുന്നുണ്ട്. അതിലൊരെണ്ണം മാത്രം വൈകുന്നേരം ചോറുണ്ണാൻ വരും. എന്നിട്ട് എൻ്റെ അടുക്കള ഭാഗത്തൊക്കെ എടുക്കുകയുള്ളൂ, നോക്കിയിരിക്കുകയുള്ളൂ. അപ്പോൾ അതേ കഞ്ഞി കൊടുത്തിട്ടുണ്ട്, നോക്കട്ടെ. ഞാനും കഞ്ഞി കുടിക്കാൻ പോവുക, എനിക്ക് വിശക്കണ്ടേ. കഴിച്ചോളൂ. മീനാക്ഷി അമ്മ ഭക്ഷണം കഴിക്കുക. എന്നിട്ട് മാമ്പഴ പുളിശ്ശേരിയും പിന്നെ ബീൻസ് തോരനും കൂട്ടിയിട്ട് ഇന്ന് മോള് കൊണ്ടുപോകും. മോളിലേക്ക് പോകാതിരി കാത്തിരിക്കുക. 2 ദിവസം അവിടെ നിന്നാ ഭാഗ്യം. ഇങ്ങോട്ട് തന്നെ ഓടി വരാൻ നോക്കും. പിന്നെ എൻ്റെ മക്കൾ കൊണ്ടുപോകണ്ടെന്ന് പരാതി. ഞാൻ ഇത്തിരി കഞ്ഞി മുക്കി കുടിക്കട്ടെ. അമ്മേ, അപ്പോൾ എൻ്റെ കഞ്ഞി തോരൻ, ബീനസ് തോരൻ. അപ്പോൾ ഞാനും കുറച്ച് കഞ്ഞി കുടിക്കാൻ പോവാ. ചോറ് വേണ്ടെന്നാ? എന്താ കഴിക്കുക? അതൊക്കെ കുറേ കഴിക്കണം. ഭക്ഷണം കഴിക്കാണ്ട് എങ്ങനെയാണ്? മരുന്ന് കഴിക്കുമ്പോൾ കാണട്ടെല്ലാവരും. നിങ്ങളുടെ ഗോഷ്ഠികളും എല്ലാം കാണട്ടെല്ലാവരും. എന്താ? കുട്ടിയമ്മ വരും. കുട്ടിയമ്മയുടെ ചേച്ചി മരിച്ചിട്ട് പോയിക്കല്ലേ. എത്ര കൊണ്ട് പറയാം അമ്മേ? ഓർമ്മയില്ല. ഈ പറഞ്ഞ് തന്നെ പറഞ്ഞ് മനുഷ്യരെ പിടിപ്പിക്കാന്നല്ലാണ്ട് അവർക്ക് ബല വിടാണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ദൈവമേ, വയ്യാട്ടാ നിങ്ങളുടെ കാര്യം. കഴിയ ചോറും വേണ്ട. ഈ കഞ്ഞവെള്ളം കുടിക്കാൻ നിലനിർത്താൻ കുട്ടിയെ. അയ്യോ, എല്ലാവരും ജയിച്ചു. എന്നിട്ട് അവനെ ഈ വെള്ളം മുക്കി കുടിക്കും. എനിക്ക് കഞ്ഞി ഇഷ്ടം, അതാണ് ഞാൻ കഞ്ഞി കുടിക്കണേ. ശരീരം പോയി പോട്ടെ. അങ്ങോട്ട് പ്രായമാകുമ്പോൾ എല്ലാവരും അങ്ങനെയാണ്. നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളെങ്ങനെയാണ് ഇരുന്ന്? വയസ്സും പ്രായമാകുമ്പോൾ ഓരോരുത്തർക്ക് ക്ഷീണം വരും. അല്ലാണ്ട് കുറേ ചോറ് തിന്നുകൊണ്ട് ഇപ്പം ഒന്നും ആള് വന്നാവില്ല. ചിലവരെ ശരീരപ്രകൃത, ചിലവർ നന്നായി കഴിക്കുന്നവന് ഊക്കുള്ളൂ. ചിലവർക്ക് ഇത്തിരി വേണ്ട, അവർ കഴിക്കുക. എന്നാലും അവർക്ക് അവരുടേതായ ശക്തിയും ഉണർവൊക്കെ ഉണ്ടാവും. ഈ പൊണ്ണം തടി വയ്ക്കണ്ടല്ലോ. ഒരു കിലോ ചോറോ 1 കിലോ ചോറോ
അപ്പൊ എന്താ ചെയ്യുക? ഒരു കിണ്ണം 1.5 കിണ്ണം ഇപ്പം തിന്നാൻ പറ്റില്ല. പ്രായമായി. ഇനിയൊക്കെ നിങ്ങൾക്ക് വല്ല പൊടിയരി കഞ്ഞി, വേണ്ട ആ പൊടിയരി കഞ്ഞി, ചുട്ട പപ്പടം, വേണ്ട വേണ്ട, ആ അതൊക്കെ കഴിക്കുക. ഉള്ളത് ചോറ് മതി. ആ പിന്നെ അവിടെ കഴിച്ചോളൂ. ഞാനപ്പോഴേ കുട്ടിയമ്മയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. കുട്ടിയമ്മയുടെ വീട്ടിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കുട്ടീനെ വിളിച്ചാൽ പിന്നെ കുടുകുടു വണ്ടി ഉണ്ട്. ആ കുടുകുടു വണ്ടിയിൽ പോയിട്ട് വരാം. ഇനിയിപ്പോൾ നാളെ അടിയന്തര, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് പോയി വരണ്ടേ. നമുക്ക് ഒഴിവുണ്ടോ ഒഴിവില്ലെന്നും അവർക്ക് അറിയണ്ടല്ലോ. ചെന്നില്ലെങ്കിൽ അതൊരു വിഷമല്ലേ. അപ്പോൾ ഞാൻ ഒന്ന് പോയി വരാമെന്ന് വെച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ. അതുപോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ സോറി, ചാനൽ കാണുന്നവരാണെങ്കിൽ ആ ബെല്ല് ബട്ടനും ചുവന്ന ബട്ടനൊക്കെ ഒന്ന് അമർത്തിക്കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക. എന്നാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളുടെ അരികിലെത്തും. പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും.